കോടതി വാദത്തിനിടെ താൻ നടത്തിയ പാറ്റ പരാമർശം രാജ്യത്തെ യുവാക്കൾക്കോ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കോ എതിരെയല്ലെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. വ്യാജബിരുദങ്ങൾ ഉപയോഗിച്ച് നിയമരംഗത്തേക്കും മറ്റ് മേഖലകളിലേക്കും പിൻവാതിലിലൂടെ കടന്നുകൂടിയവരെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ മെയ് 15 നടന്ന ഒരു കേസിന്റെ വാദത്തിനിടെ ചീഫ് ജസ്റ്റിസ് നടത്തിയ ചില പരാമർശങ്ങൾ തൊഴിലില്ലാത്ത യുവാക്കൾക്കെതിരെയാണെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങൾ സന്ദർഭത്തിൽ നിന്ന് മാറ്റിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് വിശദീകരിച്ചു. വ്യാജബിരുദങ്ങളുടെ ബലത്തിൽ അഭിഭാഷക വേഷമണിയുന്നവരെക്കുറിച്ച് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തന്നെ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഇത്തരം തട്ടിപ്പുകളിലൂടെ കടന്നുകൂടുന്ന പരാന്നഭോജികളെ മാത്രമാണ് താൻ ലക്ഷ്യമിട്ടത്. വികസിത ഭാരതത്തിന്റെ തൂണുകളായ രാജ്യത്തെ യുവതലമുറയോട് തനിക്ക് വലിയ ആദരവാണുള്ളത്. യാത്രകൾക്കിടയിൽ നിരവധി യുവാക്കളെ കണ്ടുമുട്ടാറുണ്ടെന്നും രാജ്യത്തെ യുവത്വത്തിൽ നിന്നാണ് താൻ ഊർജം ഉൾക്കൊള്ളുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി എപ്പോഴും യുവതലമുറയെ സ്വാഗതം ചെയ്യുകയും അവരുടെ കഴിവുകളെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തെ യുവാക്കൾക്ക് ഭരണഘടനാപരമായ എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ സുപ്രീം കോടതിയുടെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉറപ്പു നൽകി.